Hello dear students. The next question is, show that in a simple graph with n vertices the maximum number of edges is n into n minus 1 by 2 and the maximum degree of any vertex is n minus 1. Okay, so we know that simple graph means it consists of no loops and no self loops and no parallel edges. Okay, സോ നമ്മളുടെ സിമ്പിൾ ഗ്രാഫ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ഗ്രാഫിലെ ഓരോ വേർട്ടിസസിനും റിമൈനിങ് n-1 വേർട്ടിസസുമായിട്ടും എഡ്ജ് പോസിബിലിറ്റി ഉണ്ട്. സോ ഇഫ് യു കൺസിഡർ എ വേർട്ടെക്സ്, ടോട്ടൽ n വേർട്ടിസസ് ഉണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു വേർട്ടെക്സ് എടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് റിമൈനിങ് n-1 വേർട്ടിസസുമായിട്ടും എഡ്ജസ് ഉണ്ടാവാം. ഓക്കെ, സോ ഒരു വേർട്ടെക്സിന് വരാവുന്ന മാക്സിമം ഡിഗ്രി എന്ന് പറയുന്നത് n-1 ആണ്. സോ out of n vertices, all the vertices expect itself. That means n-1 vertices can be adjacent to this vertex. നമ്മളൊരു vertex കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൽ n-1 verticesഉം adjacent ആണ്. ദാറ്റ് മീൻസ് ഒരു എഡ്ജ് പോസിബിലിറ്റി ഉണ്ട്. സോ മാക്സിമം വരാവുന്ന ഡിഗ്രി n-1 ആണ്. ഇനി നമ്മൾ പറഞ്ഞു മാക്സിമം ഒരാൾക്ക് വരുന്ന ഡിഗ്രി n-1 ആണ്. അപ്പോൾ ആ ഒരു ഗ്രാഫിൽ ഫുള്ള് വരാവുന്ന ഡിഗ്രി n വേർട്ടിസസ് ഉണ്ട്. n വേർട്ടിസസിനും n-1 ഡിഗ്രി ഉണ്ടെങ്കിൽ ആ ഗ്രാഫിൻ്റെ ടോട്ടൽ ഡിഗ്രി മീൻസ് n ഇൻറ്റു n-1 ദാറ്റ് ഈസ് n ഇൻറ്റു n-1 ദാറ്റ് ഈസ് ഇക്വേഷൻ 1. ഓക്കെ, വി നോ ദാറ്റ് ഒരു ഗ്രാഫിലെ ടോട്ടൽ ഡിഗ്രി എന്ന് പറയുന്നത് 2e ആണ്. സോ 2e ഈക്വൽ ടു n-1 ഫ്രം ദാറ്റ് വി ഗെറ്റ് e ഈക്വൽ ടു n ഇൻറ്റു n-1 by 2. Okay, so the maximum number of edges will be equal to n into n-1 by 2 and the maximum degree of any vertex equal to n-1. Then next question is, construct a graph G with the following properties, that is edge connectivity equal to 4, vertex connectivity equal to 3 and the degree of every vertex of G is greater than or equal to 5. ഓക്കെ, സോ ഇവിടെ നമ്മളൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. ആ ഗ്രാഫ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഹിയർ. ഓക്കെ, ഇവിടെ നമുക്ക് എഡ്ജ് കണക്ടിവിറ്റി മീൻസ് ദ മിനിമം നമ്പർ ഓഫ് എഡ്ജസ് ഹൂസ് റിമൂവൽ മേക്സ് ദ ഗ്രാഫ് ഡിസ്കണക്റ്റഡ്. ഇവിടെ നമ്മൾ ഈ നമ്പർ ഓഫ് വേർട്ടിസസ് 4 വേർട്ടിസസ് റിമൂവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റൂ. സോ എഡ്ജ് കണക്ടിവിറ്റി ഈക്വൽ ടു 4. ദെൻ വേർട്ടെക്സ് കണക്ടിവിറ്റി, ഇവിടെ നമ്മൾ എനി 3 വേർട്ടെക്സ് എങ്കിലും റിമൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രാഫിനെ ഡിസ്കണക്ട് ചെയ്യാൻ പറ്റൂ. വേർട്ടെക്സ് കണക്ടിവിറ്റി മീൻസ് മിനിമം നമ്പർ ഓഫ് വേർട്ടിസസ് ഹൂസ് റിമൂവൽ മേക്സ് ദ ഗ്രാഫ് ഡിസ്കണക്റ്റഡ്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു 3 വേർട്ടിസസിനെ റിമൂവ് ചെയ്യുകയാണെങ്കിൽ ഗ്രാഫിൻ്റെ ഫുള്ള് ഞാൻ വരയ്ക്കുന്നില്ല, ഗ്രാഫ് എന്ന് പറയുന്നത് ഇതേപോലെ ആവും. ഓക്കെ, ഈ 3 വേർട്ടിസസ് റിമൂവ് ആകുമ്പം ഈ കംപ്ലീറ്റ് എഡ്ജസ് എല്ലാം റിമൂവായി ഇങ്ങനെയാണ് ഗ്രാഫ് ഡിസ്കണക്റ്റ് ആവുന്നത്. സോ ഹിയർ വേർട്ടെക്സ് കണക്ടിവിറ്റി 3 ആണ്. ദെൻ ഗ്രാഫ് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹിയർ ദ ഡിഗ്രി ഓഫ് എവറി വേർട്ടെക്സ് വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 5. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്രോ എ കണക്റ്റഡ് ഗ്രാഫ് G and find 2 spanning trees T1 and T2 such that the distance between the 2 spanning trees d of T1 T2 equal to 3 and find the branch set, chord set, rank and nullity of T. ഓക്കെ, സോ ഇവിടെ നമുക്കൊരു ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓക്കെ, ആ ഗ്രാഫിൻ്റെ നമ്മളൊരു ഗ്രാഫ് കൺസ്ട്രക്ട് ചെയ്തു. ആ ഗ്രാഫ് വരയ്ക്കുന്നതിന് വേണ്ടി ഡ്രോ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഗ്രാഫ് വരച്ചു, അതിൻ്റെ 2 സ്പാനിങ് ട്രീയും കൺസ്ട്രക്ട് ചെയ്തു. ഓക്കെ, സോ ഹിയർ ഫസ്റ്റ് ഓഫ് ആൾ നമുക്കിവിടെ ചെയ്യേണ്ടത് ആ 2 സ്പാനിങ് ട്രീൻ്റെയും ഡിസ്റ്റൻസ് 3 ആയിരിക്കണം. അങ്ങനെയുള്ള ഗ്രാഫാണ് നമുക്ക് കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്പാനിങ് ട്രീ മീൻസ് the distance between 2 spanning tree Ti and Tj of a graph is defined as the number of edges of G present in Ti but not in the Tj. Here Tj ആണ്. Tj is denoted as d of Ti Tj. ഓക്കെ, അപ്പോൾ ഒരു ഗ്രാഫിൽ നിന്ന് നമ്മൾ 2 സ്പാനിങ് ട്രീ കൺസ്ട്രക്ട് ചെയ്യുവാണെങ്കിൽ ആ 2 സ്പാനിങ് ട്രീയുടെ ഡിഫറൻസ് മീൻസ് എത്ര എഡ്ജസ് ആണ്. അപ്പോൾ d of Ti Tj മീൻസ് ഇത് രണ്ടും ഒരു ഗ്രാഫിൻ്റെ സ്പാനിങ് ട്രീ ആണ്. ഈ ടിയയിലുള്ള എത്ര വേർട്ടിസസ് ആണ് Tjയിൽ ഇല്ലാത്തത്, ടിയയിലുള്ള എത്ര എഡ്ജസ് ആണ് Tjയിൽ ഇല്ലാത്തത്, അതാണ് ഡിസ്റ്റൻസ്. അപ്പം നമുക്കിവിടെ ഡിസ്റ്റൻസ് 3 മീൻസ് നമ്മൾ ആദ്യം എടുത്ത T1ലുള്ള 3 എഡ്ജസ് T2ൽ വരാൻ പാടില്ല. ഓക്കെ, സോ നമുക്ക് ഈ
ഗ്രാഫ് നോക്കുമ്പോൾ തന്നെ കാണാൻ പറ്റും. ഗ്രാഫ് T1 കൺസിഡർ ചെയ്യുവാണെങ്കിൽ T1 A ഉണ്ട്, B ഉണ്ട്, F ഉണ്ട്, E ഉണ്ട്. T2 C ഉണ്ട്, G ഉണ്ട്, E ഉണ്ട്, H ഉണ്ട്. ഓക്കെ, ഇപ്പോൾ രണ്ടിടത്തും E ഉണ്ട്. ബട്ട് എന്താ ABF ഇല്ല ഇവിടുത്തെ CGH. അതായത് T1 ABF T2 ഇല്ല, T2 CGH T1 ഇല്ല. സോ ഹിയർ T1 3 എഡ്ജസ് T2 ഇല്ല. അതുപോലെ T2 3 എഡ്ജസ് T1 ഇല്ല. ഓക്കെ, സോ ഇവിടെ ഡിസ്റ്റൻസ് 3 ആണ്. ഓക്കെ, അപ്പം ഡിസ്റ്റൻസ് 3 വന്നിട്ടുള്ള 2 സ്പാനിങ് ട്രീ നമ്മൾ ഗ്രാഫിൽ നിന്ന് കൺസ്ട്രക്റ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ സോ ഇവിടെ നമ്മളൊരു ഗ്രാഫ് കൺസ്ട്രക്റ്റ് ചെയ്തു. ആ ഗ്രാഫിന് 2 സ്പാനിങ് ട്രീ കൺസ്ട്രക്റ്റ് ചെയ്തു. 2 സ്പാനിങ് ട്രീയുടെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3 കിട്ടി. ദെൻ നെക്സ്റ്റ് ഈസ് ഹിയർ വി നീഡ് ടു ഫൈൻഡ് ഔട്ട് ഓരോ സ്പാനിങ് ട്രീയുടെയും ബ്രാഞ്ച്, കോഡ്, റാങ്ക് ആൻഡ് നള്ളിറ്റി. ബ്രാഞ്ചസ് മീൻസ് ദ എഡ്ജസ് ഇൻ ദ സ്പാനിങ് ട്രീ. T1 എഡ്ജസ് A, B, F ആൻഡ് E. ദാറ്റ് ഈസ് ദ ബ്രാഞ്ച്. ദെൻ കോഡ് എന്ന് പറയുന്നത് ഈ T1 ഇല്ലാത്തതും മെയിൻ ഗ്രാഫിലുള്ളതുമായിട്ടുള്ള എഡ്ജസ് C, D, G ആൻഡ് H. So rank means the number of the branches in the spanning tree, that is 4. Nullity is also the number of the codes. Codes എത്ര എഡ്ജസ് ഉണ്ട് അതാണ് nullity, that is 4. ഓക്കെ, ഇനി സ്പാനിങ് ട്രീ T2 എടുക്കുകയാണെന്നുണ്ടെങ്കിലും അതിലുള്ള ബ്രാഞ്ചസ് ആണ് നമ്മളിവിടെ, അതിലുള്ള എഡ്ജസ് ആണ് നമ്മൾ ബ്രാഞ്ചസ് ആയിട്ട് എഴുതുന്നത്. കോഡ്സ് മീൻസ് T2 ഇല്ലാത്തതും നമ്മുടെ മെയിൻ ഗ്രാഫ് Gയിലുള്ളതുമായിട്ടുള്ള എഡ്ജസ് A, B, T ആൻഡ് F. Here also rank is the number of edges in the number of branches, that is 4, and nullity equal to number of the code. Okay, the next question is, show that in any group of 2 or more people there are always 2 with exactly the same number of friends inside the group. Okay, so the question is, we have a group with 2 or more people. നമുക്കൊരു ഗ്രൂപ്പ് ഉണ്ട് having 2 or more people. അപ്പോൾ ആ ഗ്രൂപ്പിൽ ഏതെങ്കിലും 2 പേർക്ക് എന്തായാലും സെയിം നമ്പർ ഓഫ് ഫ്രണ്ട്സ് ആയിരിക്കും ഉള്ളത്. കോമൺ ഫ്രണ്ട്സ് അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ. ഒരു ഗ്രൂപ്പിൽ 2 or more people ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പിൽ 2 പേരുടെ നമ്പർ ഓഫ് ഫ്രണ്ട്സിൻ്റെ കൗണ്ട് എന്ന് പറയുന്നത്, നമ്പർ ഓഫ് ഫ്രണ്ട്സ് സെയിം ആയിരിക്കും. ഓക്കെ, സോ അതിൻ്റെ ആൻസർ, സപ്പോസ് വി ഹാവ് n പീപ്പിൾ ഇൻ എ ഗ്രൂപ്പ്. നമ്മൾ ഒരു ഗ്രൂപ്പിൽ n പീപ്പിൾ ഉണ്ട്. അപ്പോൾ n പീപ്പിൾ എന്ന് പറയുമ്പോൾ അയാൾക്ക് വരാവുന്ന, ആ ഓരോ പീപ്പിളിനും വരാവുന്ന, മെമ്പറിനും വരാവുന്ന ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാൾക്ക് ഒരു ഫ്രണ്ടും കാണില്ല, ചിലപ്പോൾ ആ ഗ്രൂപ്പിൽ എല്ലാവരും അയാൾക്ക് ഫ്രണ്ടായിരിക്കും. സോ ദ നമ്പർ ഓഫ് ഫ്രണ്ട് റേഞ്ച് എന്ന് പറയുന്നത് 0 ആവും. ദാറ്റ് മീൻസ് ഒരു ഫ്രണ്ടും കാണില്ല, ദെൻ എല്ലാവരും ഫ്രണ്ടാവും. അപ്പോൾ n പീപ്പിൾസ് അല്ലെങ്കിൽ മെമ്പേഴ്സ് ഒരു ഗ്രൂപ്പിലുണ്ടെങ്കിൽ നമ്മളൊരു പേഴ്സണെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അയാളുടെ ഫ്രണ്ട്സ് എല്ലാവരും അയാളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ മാക്സിമം n-1 മെമ്പേഴ്സും വരാം ഫ്രണ്ട്സായിട്ട്. ഓക്കെ, സോ സപ്പോസ് വി ഹാവ് n പീപ്പിൾ ഇൻ എ ഗ്രൂപ്പ് ആൻഡ് 1 ക്യാൻ ഹാവ് 0 to n-1 ഫ്രണ്ട്. ദെൻ ഇഫ് നോ 2 പീപ്പിൾ ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യുകയാണ് അതിൽ ഒരാൾക്ക് പോലും സെയിം നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഇല്ല. അതിനർത്ഥം ആ ഒരു ഫ്രണ്ട്സിൻ്റെ നമ്പർ ഓഫ് ഫ്രണ്ട്സിൻ്റെ സീക്വൻസ് എന്ന് പറയുന്നത് 0, 1, 2 up to n-1. ദാറ്റ് മീൻസ് ഒരാൾക്ക് ഫ്രണ്ട്സ് ഒന്നുമില്ല, ഒരാൾക്ക് നമ്പർ ഓഫ് ഫ്രണ്ട്സ് 1 ആണ്, നെക്സ്റ്റ് ഒരാൾക്ക് നമ്പർ ഓഫ് ഫ്രണ്ട്സ് 2 ആണ്, നെക്സ്റ്റ് ഒരാൾക്ക് നമ്പർ ഓഫ് ഫ്രണ്ട്സ് 3 ആണ്, അപ് ടു n-1. ഓക്കെ, അതായത് ഒരാൾക്ക് ഒരു ഫ്രണ്ടും ഇല്ല, ഒരാൾക്ക് എല്ലാവരും ഫ്രണ്ട്സാണ്, ബാക്കിയുള്ളവർക്കെല്ലാം ഒരാൾക്ക് 1, ഒരാൾക്ക് 2, ഒരാൾക്ക് 3 അങ്ങനെ വരാം. എല്ലാം ഡിഫറെൻറ്റ് നമ്പേഴ്സാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെ വരുമ്പോൾ നമുക്കിതുപോലൊരു ഗ്രാഫ് പോസിബിലിറ്റി, കൺസ്ട്രക്ഷൻ പോസിബിലിറ്റി അല്ല. ദാറ്റ് മീൻസ് നമ്മൾ ഈ ഒരു സീക്വൻസിൽ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ ഫ്രണ്ട് എന്ന് പറയുന്നത് ഹാവിങ് നോ ഫ്രണ്ട് 0 എന്നും പറഞ്ഞിട്ടുണ്ട്, ദെൻ n-1 എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ n-1 മെമ്പേഴ്സും ഒരാളുടെ ഫ്രണ്ട് ആണെങ്കിൽ എല്ലാവരും വരാം. അങ്ങനത്തെ കേസിൽ 0 വരില്ല. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ 2 എക്സ്ട്രീംസ് പറയുന്നുണ്ട്. ഒരാൾക്ക് ഫ്രണ്ട്സ് ഒന്നും വരില്ല, ഒരാൾക്ക് എല്ലാ ഫ്രണ്ട്സും വരും. അപ്പോൾ ഒരാൾക്ക് എല്ലാ ഫ്രണ്ട്സും വരുവാണെന്നുണ്ടെങ്കിൽ 0 എന്ന് പറഞ്ഞൊരു കേസ് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ദാറ്റ് മീൻസ് എന്തായിരിക്കും, ഏതെങ്കിലും 2 പേർക്കെങ്കിലും കോമൺ നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. So here we cannot construct this graph. n-1 degree vertex cannot be connected with the 0 degree vertex. So there must be 2 people with the same number of friends. എങ്ങനെ പോയാലും അറ്റ്ലീസ്റ്റ് 2 പേഴ്സൺസിനെങ്കിലും സെയിം നമ്പർ ഓഫ് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. ഓക്കെ, താങ്ക് യു.